സാധാരണക്കാരുടെ പ്രതിനിധി എന്ന് ഏഷ്യാനെറ്റ് പറയുന്നത് ആരെക്കുറിച്ചാണ്? പൊതുസമൂഹം സാധാരണക്കാർ എന്ന് കരുതുന്നവരെ അല്ല ഏഷ്യാനെറ്റ് സാധാരണക്കാർ എന്ന നിലയിൽ പരിഗണിക്കുന്നത് എന്ന് സീസൺ 6 കോമൺ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്തതോടുകൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. ഔദ്യോഗിക പദവികളൊന്നുമില്ലാത്ത, വലിയ സാമ്പത്തിക അടിത്തറയില്ലാത്ത, ഉന്നത ബന്ധങ്ങളും എടുത്തു പറയത്തക്ക നേട്ടങ്ങളും ഒന്നുമില്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ആരാലും അറിയപ്പെടാത്ത ഒരാൾ. പക്ഷെ സീസൺ 6 ഇക്കുറി ഏഷ്യാനെറ്റ് മാറ്റിപ്പിടിക്കുന്നു എന്നുള്ളൊരു തീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം മാറ്റിപ്പിടിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ നിങ്ങൾ പറയുന്നവരല്ല ഏഷ്യാനെറ്റിന്റെ കണ്ണിലെ സാധാരണക്കാർ. ആര് സാധാരണക്കാരാകണമെന്നും ആര് സാധാരണക്കാരാകരുത് എന്നും ഇക്കുറി ഏഷ്യാനെറ്റ് തീരുമാനിക്കും. ചുരുക്കത്തിൽ സാധാരണക്കാരൻ സാധാരണക്കാരി എന്ന നിർവചനം പോലും മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അതെ, ആ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ റസ്മിൻ ഭായി എന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപികയും ആങ്കറും റൈഡറുമായ ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എ ട്രക്കിംഗ് ഫ്രീക്കി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിഷാന എന്ന യുവതിയുമുണ്ട്. ഈ രണ്ടാൾക്കാരുടെയും പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ തന്നെ പലരും പുറത്തെത്തിച്ചു കഴിഞ്ഞു. ഈ രണ്ടാൾക്കാരെയും കുറിച്ച് അറിയുവാൻ കഴിഞ്ഞപ്പോൾ അതിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ രണ്ടുപേരും സാധാരണക്കാരെ പ്രതിനിധീകരിക്കുവാൻ ഒരിക്കലും യോഗ്യരല്ല എന്നുള്ളതാണ്. സാധാരണ ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ദയവായി അവരെ അവതരിപ്പിക്കരുത്. അത് ജനത്തോട് കാണിക്കുന്നൊരു ചതിയാണ്. ജനം അവരെ ആ രീതിയിൽ ഉൾക്കൊള്ളില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനോടകം അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും പ്രശസ്തി നേടിയവരുമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട്, യൂട്യൂബിൽ ഒരു ചാനൽ ഉള്ളതിനാൽ ഒരാൾ സെലിബ്രിറ്റി ആകുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് മറുപടി. പക്ഷേ ഈ രണ്ടാൾക്കാരും അവരവരുടെ കരിയർ ബിൽഡ് ചെയ്തെടുത്തവരും ഇതിനോടകം തന്നെ അവരുടെ കഴിവ് തെളിയിച്ചവരുമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും കഴിവുണ്ടായിട്ടും അവസരങ്ങൾ ലഭിക്കാതിരിക്കുകയും ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്ന് രണ്ടാൾക്കാർ ബിഗ് ബോസിൽ എത്തിപ്പെടണം, അങ്ങനെ വരും എന്നായിരുന്നു. സീസൺ 5 തിരഞ്ഞെടുക്കപ്പെട്ട ഗോപിക അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. ഗോപികയ്ക്ക് നല്ല സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ലഭിച്ചത്. പോകെ പോകെ ഗോപികയുടെ ഗെയിമിൽ വെറുപ്പിക്കൽ സ്ഥിരമായി മാറിയപ്പോഴാണ് ഗോപികയ്ക്കെതിരായി ജനങ്ങൾ മാറുവാൻ തുടങ്ങിയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് യാതൊരു കാരണവശാലും നീതിയുക്തം എന്ന് പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സീസൺ 6 സെലിബ്രിറ്റികളുടെയും പ്രമുഖരുടെയും സീസണാണ്. സാധാരണക്കാരും അവിടെയില്ല. ബിഗ് ബോസിനുള്ളിലേക്ക് പ്രവേശനം കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് വരുന്ന ചെറുപ്പക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ കരുതും പോലെ കഴിവും പ്രാപ്തിയുമൊന്നുമല്ല അതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള മാനദണ്ഡം. പകരം സ്വാധീനവും പ്രശസ്തിയും പണവും ഒക്കെയാണ്. ഉന്നതന്മാർ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ബിഗ് ബോസിൽ കയറി പറ്റുവാൻ കഴിയും. ഓഡീഷൻ, ഇന്റർവ്യൂ, ഇതൊക്കെ പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രങ്ങളും തട്ടിപ്പുകളും മാത്രമാണ്. പക്ഷേ ഈ പൊറാട്ട് നാടകങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്ന സാറന്മാർ ഒന്നോർക്കണം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് ജനങ്ങൾ. അവരിത്തരം ഗിമ്മിക്സുകൾ കണ്ടിട്ട് ഈ ഷോയെ വെറുക്കുകയും ഇതിനെ അവഗണിക്കുകയും ചെയ്യുവാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്. അതുകൊണ്ട് 100% ഇല്ലെങ്കിലും ഒരു 75% പ്രേക്ഷക മനസാക്ഷിക്ക് നിങ്ങൾ വില കൽപ്പിക്കണം. കാരണം അവർ കാഴ്ചക്കാരായി വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ അധ്വാനമൊക്കെ വെറുതെയായി പോകും. പ്രേക്ഷകരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങളെക്കാൾ അധികം ചാനൽ മേധാവികളായ നിങ്ങൾക്കാണ് അറിയാവുന്നത്. ഏഷ്യാനെറ്റിന്റെ തെറ്റായ തീരുമാനം മൂലം പുറത്താക്കപ്പെട്ട 3 ആൾക്കാർ, രജിത് കുമാർ, ഫിറോസ് ഖാൻ, ഡോക്ടർ റോബിൻ, ഈ 3 ആൾക്കാർക്ക് സമൂഹം കൊടുത്ത പിന്തുണ, അംഗീകാരം ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടല്ലേ കഴിഞ്ഞ സീസണിൽ എല്ലാം കൈവിട്ടുപോയി എന്ന ഘട്ടത്തിൽ വന്നപ്പോൾ ഒരിക്കൽ നിങ്ങൾ പുറത്താക്കി കളഞ്ഞ അതേ ആൾക്കാരെ തന്നെ നിങ്ങൾക്ക് മടക്കിക്കൊണ്ടുവരേണ്ടി വന്നു. കാരണം അവരുടെ പ്രേക്ഷകർ മടങ്ങി വരണമെങ്കിൽ അവരെ കയറ്റിയേ പറ്റുകയുള്ളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷകരുടെ മുൻപിൽ ആ തീരുമാനമെടുത്ത് നടപ്പാക്കിയതിലൂടെ നിങ്ങൾ തോൽവി സമ്മതിക്കുകയായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് സാബുമോനെയും മണിക്കുട്ടനെയും ദിൽഷയെയും ഒന്നും മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകാതിരുന്നത്? ജനത്തിനിടയിൽ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ ബോധമുള്ളത് കൊണ്ടായിരുന്നില്ലേ? ഈ മുന്നറിയിപ്പുകളെല്ലാം മുൻപിൽ വെച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ജനത്തെ വിഡ്ഢികളാക്കുവാനും ചതിക്കുവാനുമാണ് തയ്യാറാകുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് മാപ്പ് തരില്ല. ചുരുക്കത്തിൽ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇക്കുറി നടത്തിയ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾ തെളിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. എന്തായാലും എല്ലാം മാറ്റിപ്പിടിക്കുവാൻ തയ്യാറായ ഈ സീസണിൽ സാധാരണക്കാരന്റെ ഉച്ചിക്കടിച്ചുകൊണ്ട് ആദ്യം തന്നെ നടത്തിയ തെരഞ്ഞെടുപ്പിനെ സാധാരണക്കാരൻ എങ്ങനെ കൈക്കൊള്ളും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.